വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്ക് സെൽ ബയോളജി, മോളിക്കുലാർ ബയോളജിയിലെ ചില ക്വസ്റ്റ്യൻസ് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് സെൽ സൈക്കിൾ റെഗുലേഷൻ ആൻഡ് ചെക്ക് പോയിൻറ്റ്സ് ആർ കറക്റ്റ്? ഓപ്ഷൻസ് നോക്കുക. ഇതിലേതായിരിക്കും ആൻസർ? എന്താ? ഡി ഓപ്ഷനാണ്. അതായത് കോശവിഭജനം കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്ന പോയിന്റുകളാണ് ചെക്ക് പോയിന്റുകൾ. ഇതിൽ G1 ഫേസിലാണ് സെൽ വിഭജിക്കണോ വേണ്ടയോ എന്ന് പ്രധാനമായി തീരുമാനിക്കുന്നത്. അതായത് റെസ്ട്രിക്ഷൻ പോയിന്റ്. MPF എന്ന് പറഞ്ഞാൽ എന്താണ്? മൈറ്റോസിസ് പ്രൊമോട്ടിംഗ് ഫാക്ടറാണ്. അതായത് MPF എന്നത് സൈക്ലിൻ ബിയും CDK1 ചേർന്നൊരു കൂട്ടായ്മയാണ്. ഇത് സെല്ലിനെ മൈറ്റോസിസിലേക്ക്, അതായത് M ഫേസിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. ആര്? MPF എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു പോയിന്റ്, P53 പ്രോട്ടീൻ എന്നത് സെല്ലിൻ്റെ ഒരു പോലീസുകാരനാണ് നമുക്ക് പറയാം. അതായത് ഗാർഡിയൻ ഓഫ് ദ ജീനോമാണ് ആര്? ഈ P53 പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ എന്തായിരിക്കും? DNA ഡാമേജ് ഉണ്ടായാൽ ഇത് സെൽ സൈക്കിൾ തടഞ്ഞു നിർത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ 3 പോയിന്റുകളും പറഞ്ഞു. അപ്പോൾ ആൻസർ എന്തായിരിക്കും വരുന്നത്? ഇനി നിങ്ങൾക്ക് പറയാലോ ആൻസർ ഏതാന്ന്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത് അല്ലേ. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. മിയോസിസിന് കുറച്ച് സബ്സ്റ്റേജസ് തന്നിട്ടുണ്ട്. ഇത് മാച്ച് ദ ഫോളോയിങ്ങിനാണ് പറഞ്ഞിട്ടുള്ളത്. സബ്സ്റ്റേജസ് എന്താണെന്ന് അറിഞ്ഞാലാണ് അത് മാച്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലേ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. എക്സ്പ്ലനേഷനിലേക്ക് പോവാം. മിയോസിസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് പ്രോഫേസ് 1. ഇതിൽ 5 ഉപഘട്ടങ്ങൾ, അതായത് സബ്സ്റ്റേജസ് ഉണ്ട്. അത് ഓർക്കാൻ നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയ കോഡ് പോലെ നമുക്കത് ഉണ്ടാക്കാം. അതായത് LZPDK. നമുക്ക് എങ്ങനെ പറയാം? L എന്ന് പറയുമ്പോൾ ലേസി, Z സീബ്രാസ്, P പൗണ്ട്സ്, ഡ്യൂറിങ്, K കിക്ക്. ലേസി, സീബ്രാസ്, പൗണ്ട്സ്, ഡ്യൂറിങ്, കിക്ക്. ഇത് ഈ കോഡ് നിങ്ങൾക്ക് ഓർക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളത് അങ്ങനെ തന്നെ പഠിച്ചാൽ മതി. ആ ക്രമം ഓർത്ത് വയ്ക്കുക. അപ്പോൾ ആദ്യത്തെ സബ്സ്റ്റേജ് എന്ന് പറയുന്നത് ലെപ്റ്റോട്ടീനാണ്. ക്രോമസോമുകൾ നൂല് പോലെ നീണ്ട് ചുരുങ്ങാൻ ആരംഭിക്കുന്നത്, കണ്ടൻസേഷൻ നടക്കാൻ ആരംഭിക്കുന്ന ഒരു ഘട്ടമാണ് ഇത് ലെപ്റ്റോട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ സൈഗോട്ടീനാണ് അടുത്ത സ്റ്റേജ്. സൈഗോട്ടീൻ എന്ന് പറയുമ്പോൾ ജോഡികളായ ക്രോമസോമുകൾ പരസ്പരം അടുത്ത് വരുന്നത്, സിനാപ്സിസ് നടക്കുന്നത് അല്ലെങ്കിൽ ബൈവാലൻ്റ് രൂപീകരണം നടക്കുന്നത് എവിടെയാണ്? സൈഗോട്ടീനിലാണ്. അത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? സിനാപ്സിസ് ബൈവാലൻ്റ് സൈഗോട്ടീനിലാണ്. ഓക്കെ, പാച്ചറ്റിൻ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ക്രോമസോമുകൾ തമ്മിൽ ജനിതക വസ്തുക്കൾ കൈമാറുക. ദാറ്റ് മീൻസ് ക്രോസിംഗ് ഓവർ നടക്കുന്നത് പാച്ചറ്റിൻ സ്റ്റേജിലാണ്. ക്രോസിംഗ് ഓവർ, PC അങ്ങനെ ഓർക്കുക കേട്ടോ. ഡിപ്ലോട്ടീനിൽ എന്താണ് അപ്പോൾ ചെയ്യുന്നത്? അപ്പോൾ ഇവിടെ ക്രോസിംഗ് ഓവർ നടന്നു കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഡിപ്ലോട്ടീൻ എന്ന് പറയുന്ന അടുത്ത സ്റ്റേജിൽ ആ ക്രോസ് ചെയ്ത ഭാഗങ്ങൾ എക്സ് ആകൃതിയിൽ കാണപ്പെടുന്നു. ഓക്കെ, ആ എക്സ് ആകൃതിയിൽ കാണപ്പെടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കയസ്മാറ്റ എന്ന് പറയുന്നത്. ഓർത്ത് വയ്ക്കുക, കയസ്മാറ്റ കാണുന്ന ഡിപ്ലോട്ടീൻ സ്റ്റേജ്. പിന്നെ 5ാമത്തെ ഘട്ടമാണ് ഇത് ഡയാകൈനസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കയസ്മാറ്റ എന്താണ് പിന്നീട് ചെയ്യുന്നത്? അവർക്ക് എന്ത് സംഭവിക്കുന്നു? അവർ അഗ്രങ്ങളിലേക്ക് നീങ്ങുന്നു. ദാറ്റ് മീൻസ് ടെർമിനലൈസേഷൻ നടക്കുന്നത് എവിടെയാണ്? ഡയാകൈനസിസിലാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് 5 സ്റ്റേജസ്. ഈ 5 സ്റ്റേജസിലും നടക്കുന്ന പോയിന്റുകൾ എന്തൊക്കെയാണെന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിത് മാച്ച് ദ ഫോളോയിങ് ഒന്ന് നോക്കി നോക്കാം. ആൻസർ അപ്പോൾ എന്താ വരുന്നത്? ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇവിടെ കുറച്ച് DNA റെപ്ലിക്കേഷൻ സംബന്ധിക്കുന്ന എൻസൈമുകൾ തന്നിട്ടുണ്ട്, അതിൻ്റെ ഫങ്ഷൻസും തന്നിട്ടുണ്ട്. ഈ പറഞ്ഞതിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എൻസൈമിൻ്റെ ഫങ്ഷൻസ് അറിഞ്ഞാലാണ് നമുക്കത് എഴുതാനായിട്ട് പറ്റുള്ളൂ. ഹെലിക്കേസ് എൻസൈം, ടോപ്പോഐസോമറൈസ്, ഗൈറേസ്, DNA പോളിമറൈസ് 1. ഇതിൻ്റെയൊക്കെ ഫങ്ഷൻസ് എന്തായിരിക്കും? ഓപ്ഷൻസ് നന്നായി വായിച്ച് നോക്കുക. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ എന്താ നമുക്ക് നോക്കുന്നത്? DNA ഇരട്ടിക്കുമ്പോൾ സഹായിക്കുന്ന കുറച്ച് എൻസൈമുകളുണ്ട്. പ്രധാന ആയുധങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒന്നാമത്തെ ഹെലിക്കേസ് ആണ്. ഹെലിക്കേസ് എന്ന് പറഞ്ഞാൽ DNAയുടെ ഇരട്ട പിരിവുകൾക്കിടയിലെ ഹൈഡ്രജൻ ബോണ്ട്, നമുക്കറിയാം അവരുടെ ഇടയിലുള്ള ഒരു ബോണ്ട് ഹൈഡ്രജൻ ബോണ്ടാണല്ലേ. അപ്പോൾ അതിനെ മുറിച്ച് മാറ്റി അവയെ തുറക്കുന്നത്, സിസേഴ്സ് പോലെ പ്രവർത്തിക്കുന്നത് ഇവിടെ ഹെലിക്കേസ് ആണ്. ഓക്കെ, ഇനി ടോപ്പോ ഐസോമറൈസ് ഓർ ഗൈറേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. DNA അഴിക്കുമ്പോൾ അവിടെ ഒരു എന്തുണ്ടാവുന്നുണ്ട്? ഒരു പ്രഷർ ഉണ്ടാവുന്നുണ്ട്, പിരിമുറുക്കം ഉണ്ടാവുന്നുണ്ട്. അതിനെയാണ് സൂപ്പർ കോയിലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സൂപ്പർ കോയിലിംഗ് ഒഴിവാക്കുന്നത് ഏത് എൻസൈമാണ് സഹായിക്കാൻ? അത് ഒഴിവാക്കാൻ സഹായിക്കുന്ന എൻസൈമാണ് ടോപ്പോ ഐസോമറൈസ് അല്ലെങ്കിൽ ഗൈറേസ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ DNA പോളിമറൈസ് 1 ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇതിനെ വെച്ച് വേറെ ഏതെങ്കിലും ചോദ്യങ്ങൾ വരും കേട്ടോ. DNA നിർമ്മാണത്തിനിടയിൽ കിടക്കുന്ന ചെറിയ RNA പ്രൈമറുകളുണ്ട് അല്ലേ. അപ്പോൾ RNA പ്രൈമറുകളെയൊക്കെ നീക്കം ചെയ്ത് പകരം DNA വെക്കുകയാണ് ആര് ചെയ്യുന്നത്? DNA പോളിമറൈസ് 1.
ഇനി DNA പോളിമറൈസ് 3 ഉണ്ട്. 3യുടെ ഡ്യൂട്ടി എന്താ? DNA പോളിമറൈസ് 3 എന്ന് പറയുന്നത് മെയിൻ റെപ്ലിക്കേറ്റീവ് എൻസൈമാണ്. 5' ഡയറക്ഷനിലേക്ക് പോളിന്യൂക്ലിയോടൈഡ്സിന് ആഡ് ചെയ്യുന്നതാണ് ആര്? DNA പോളിമറൈസ് 3 എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ എൻസൈമുകളൊക്കെ ഓർത്ത് വയ്ക്കുക. പിന്നെ ലൈഗേസ് ഉണ്ട് ജോയിൻ ചെയ്യാൻ സഹായിക്കുന്നത്. റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസുകളുണ്ട് കട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് ഏതെന്ന് വെച്ചാൽ ഹിൻഡ് 2 ആണ്. ഓർത്ത് വയ്ക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ലാക് ഓപ്പറോൺ കോൺസെപ്റ്റാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് ദ ലാക് ഓപ്പറോൺ ഇൻ ഇക്കോലൈ ഈസ് ഇൻകറക്റ്റ്. അപ്പോൾ ഓപ്പറോൺ കോൺസെപ്റ്റ് അറിയണം. ഇവിടെ ഓപ്ഷൻസ് നന്നായി വായിച്ച് നോക്കുക. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കി നോക്കാം. ബാക്ടീരിയയിൽ, അതായത് ഇക്കോലൈ ബാക്ടീരിയ, സ്ക്രീഷ്യ കോളൈ ബാക്ടീരിയയിൽ ലാക്ടോസ് ദഹിപ്പിക്കാൻ സഹായിക്കുന്ന സിസ്റ്റമാണ്. ഓക്കെ, സാധാരണയായിട്ട് ബാക്ടീരിയ ലാക്ടോസ് ഇല്ലാത്തപ്പോൾ റെപ്രസർ പ്രോട്ടീൻ പോയി ഓപ്പറേറ്റർ ജീനിൽ ഇരുന്ന് പ്രവർത്തനം തടയാറുണ്ട്. അതാണ് നെഗറ്റീവ് കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പുറത്ത് നിന്ന് ലാക്ടോസ്, അതായത് ഇൻഡ്യൂസർ കൊടുക്കുമ്പോൾ അത് ഈ റെപ്രസർ പ്രോട്ടീനെ പിടികൂടി മാറ്റുകയും ജീനുകൾ പ്രവർത്തിച്ച് ലാക്ടോസിനെ ദഹിപ്പിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. മനസ്സിലായോ? അതുകൊണ്ട് ഇതൊരു ഇൻഡ്യൂസിബിൾ സിസ്റ്റമാണ് നമുക്ക് പറയാം. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അപ്പോൾ ആൻസർ എന്താ? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഓഫ് എ റെപ്രസിബിൾ ഓപ്പറോൺ സിസ്റ്റം കൺട്രോൾഡ് ബൈ എൻ പ്രോഡക്റ്റ് അക്യുമുലേഷൻ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് യൂക്കാരിയോട്ടിക് RNA പോളിമറൈസസ് ഈസ് കറക്റ്റ്ലി മാച്ച്ഡ് വിത്ത് ഇറ്റ്സ് പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ്. അപ്പോൾ RNA പോളിമറൈസ് 1, 2, 3 ഇതിൻ്റെയൊക്കെ ഫങ്ഷൻ അറിഞ്ഞാലാണ് നമുക്കത് മാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ആൻസർ എന്താണ് വരുന്നത്? ഓപ്ഷൻ സി ആണ്. എങ്ങനെയാണെന്ന് നോക്കാം. ഈ RNA പോളിമറൈസുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണേ. ഏത് RNA ഉണ്ടാക്കാനാണ്, ഏത് പോളിമറൈസ് ആണ് എന്നുള്ളത് മാറിപ്പോകരുത്. RNA പോളിമറൈസ് 1 എന്ന് പറയുമ്പോൾ RNA ഉണ്ടാക്കണം, അതായത് റൈബോസോമൽ RNA ആണ് ഇവിടെ നിർമ്മിക്കുന്നത്. RNA പോളിമറൈസ് 2 ആണെങ്കിലോ mRNA, മെസ്സഞ്ചർ RNA, പ്രോട്ടീൻ ഉണ്ടാക്കാൻ മെസ്സഞ്ചർ RNA ആണ് പ്രോട്ടീൻ ഉണ്ടാക്കാൻ മെസ്സേജ് കൊണ്ടുപോകുന്നത്. RNA പോളിമറൈസ് 3 എന്ന് പറയുമ്പോൾ tRNAയും 5S rRNAയും ഉണ്ടാക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മളത് എങ്ങനെ പഠിക്കണം? ഒന്നാമത്തെ rRNA, രണ്ടാമത്തെ mRNA, മൂന്നാമത്തെ tRNA, ആ ഒരു ക്രമം പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പഠിച്ചിട്ട് വേണം എക്സാമിന് പോവാൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ യൂക്കാരിയോട്ടിക് സെൽസ് ദ പ്രോസസ്സിംഗ് ഓഫ് പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ് ടു മെച്യൂർ mRNA ഇൻവോൾവ്സ്. അപ്പോൾ പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷൻ മോഡിഫിക്കേഷൻ സംബന്ധിച്ച ചോദ്യമാണ്. ഓപ്ഷൻസ് വായിച്ചു നോക്കുക. ഉത്തരം എന്താണ് വരുന്നത്? ബി ആണ്. അഡീഷൻ ഓഫ് എ 7-methyl guanosine ക്യാപ്പ് അറ്റ് ദ 5' എൻഡ് ആൻഡ് എ പോളി എ ടെയിൽ അറ്റ് ദ 3' എൻഡ്. അപ്പോൾ എന്താണ് പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷൻ മോഡിഫിക്കേഷൻ? നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഇനി പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നിർമ്മിക്കപ്പെട്ട പുതിയ RNA ആണ് നമ്മൾ hnRNA എന്ന് പറയുന്നത്. അപ്പോൾ പൂർണ്ണ വളർച്ച എത്താൻ ചെയ്യുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 5' അഗ്രത്ത്, അതായത് മുൻഭാഗത്ത് മീഥൈൽ ഗ്വാനോസിൻ ട്രൈഫോസ്ഫേറ്റ് ചേർക്കുന്നു. ഇതാണ് ക്യാപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 3' അഗ്രത്ത് അവസാന ഭാഗത്താണ് അഡെനിൻ ബേസുകൾ നിരയായി ചേർക്കുന്നതാണ് പോളി അഡിനൈലേഷൻ, പോളി എ ടെയിൽ എന്ന് പറയുന്നത്. ഇനി ഇത് mRNA നശിച്ചു പോകാതെ സംരക്ഷിക്കാൻ സഹായിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കണം. തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ആ ബേസിക് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ചോദ്യം എങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സെറ്റ് എക്സാം ഇപ്പോൾ എഴുതുന്നവർ അത്ര കൃത്യമായിട്ട് നമുക്ക് കോച്ചിങ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം ട്രൈ ചെയ്യുക. അടുത്ത പ്രാവശ്യം നിങ്ങൾ പഠിക്കുമ്പോൾ എങ്ങനെ വേണം പഠിക്കാൻ? ലൈഫ് സയൻസ് നെറ്റിന് പ്രിപ്പയർ ചെയ്യുകയാണ് നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ. അതിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റ് എക്സാം ആയാലും HSST ആയാലും സുഖമായിട്ട് എഴുതാനായിട്ട് പറ്റും. മനസ്സിലായോ? കാരണം ഇപ്പോൾ ഉള്ള ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ ജൂലൈ 2025 ആ ഒരു പ്രവണത കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വളരെ ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ലൈഫ് സയൻസിലൊക്കെ പോലെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് മാത്രമല്ല HSST ആയാലും എളുപ്പത്തിൽ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. സെറ്റ് എന്നുള്ള ഒരു ഇതിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് പ്രിപ്പറേഷൻ നടത്തരുത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കണം. താങ്ക് യു.